നൊന്തു പുളയാത്ത ഒരു വറ്റും വെന്തിറങ്ങില്ല. എത്ര അർത്ഥവത്തായ വരികൾ! സഹനങ്ങൾക്കൊടുവിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഡബിൾ മോട്ടിവേഷൻ ആകട്ടെ. തീ കത്തിജ്വലിക്കുന്ന 3 അടുപ്പുകൾ. ആ 3 അടുപ്പിന്റെ മുകളിലും വെള്ളം നിറച്ച 3 മൺപാത്രങ്ങളുണ്ട്. ഒന്നിൽ ഉരുളക്കിഴങ്ങും, ഒന്നിൽ മുട്ടയും, ഒന്നിൽ കാപ്പിക്കുരുവും വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം വേവിച്ച് അവസാനം എന്തായെന്ന് നിങ്ങൾക്കറിയുമോ? കഠിന ഹൃദയനായ ഉരുളക്കിഴങ്ങ് മൃദുഹൃദയനായി മാറി. ഉള്ളിൽ ഒരു കട്ടിയുമില്ലാത്ത മുട്ട അതിന്റെ ഉൾഭാഗം മുഴുവൻ കട്ടിയായി. കാപ്പിക്കുരു ആകട്ടെ ആ വെള്ളത്തിന്റെ നിറം മുഴുവൻ മാറ്റി ആ റൂം മുഴുവൻ സുഗന്ധം പരത്തി ഇല്ലാതായി. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ലക്ഷ്യങ്ങൾ എന്തുമാകട്ടെ, പക്ഷേ ആ 3നും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വളരെ കഠിനമായ സഹനം ആവശ്യമായിരുന്നു. ഓരോ സഹനങ്ങൾക്കപ്പുറം സന്തോഷവും സമാധാനവും എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാം ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെയെല്ലാം നേരിട്ട് അതിൽ പതറാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ മുട്ടയെ പോലെ കട്ടിയാകും, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിനെ പോലെ മൃദുഹൃദയനാകും, അല്ലെങ്കിൽ കാപ്പിക്കുരുവിനെ പോലെ കുറച്ചു പേർക്കെങ്കിലും സൗരഭ്യവും സന്തോഷവും പകർത്തി ആശ്വാസമുണ്ടാകും. എന്റെ ഈ ചെറു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും കമന്റും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ഭാവിയിൽ കമ്മിങ് സൂൺ.